10 വർഷത്തിന് മുമ്പ് ഏറ്റവും അധികം തകർന്ന സിസ്റ്റങ്ങളിൽ ഒന്നായിരുന്നു ആരോഗ്യം, പൊതുഗതാഗതം, വൈദ്യുതി, ഇവയൊക്കെ, പൊതുമരാമത്ത് വകുപ്പ്, ഈ പറയുന്ന പോലെ ഈ വകുപ്പുകൾ. അപ്പോൾ ഞാൻ പറയുകയാണ്, അതിനെയൊക്കെ അതിജയിച്ച ഒരു സിസ്റ്റമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 99% മരണനിരക്ക് ഉള്ള ഒരു കാര്യമായിരുന്നു അത്. അതിനെ 24% കുറച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ. ഇത് PR ഒന്നുമല്ല, ഇത് കണക്കാണ്. ഇത് നമ്മൾക്ക് എല്ലാ സൈറ്റുകളിലും പൊതുമണ്ഡലത്തിൽ തന്നെയുള്ള കണക്കുകളാണ്. മറ്റൊന്ന്, നാഷണൽ ക്വാളിറ്റി അൻഷുറൻസ് സ്റ്റാൻഡേർഡ് ഉള്ള 275 ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. 275 എന്നുള്ളത് ഒരു 14 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു ജില്ലയിൽ 15 മുകളിലുണ്ടാവാം, അല്ലേ? അപ്പോൾ അത്രയും വിശ്വസ്തമായ ചില സ്ഥാപനങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പോലുള്ള വളരെ സങ്കീർണമായ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വേള അവിശ്വസനീയമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവയവമാറ്റത്തിനായി മാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ പദ്ധതിയാണ് അതൊക്കെ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമ്മുടെയാണ്. അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ സൈറ്റിൽ പോയി നോക്കിയാൽ തന്നെ അതിനുള്ളിലുണ്ട്. ഇതൊക്കെ ആർക്കും വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഏറെക്കുറെ ഒരു 30 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ 4 വർഷ കാലയളവിൽ സൗജന്യ ചികിത്സ നൽകിയത്. അതൊക്കെ 7000 കോടിയോളം ചിലവാകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഇത് അവകാശമാണെന്നൊക്കെ നമുക്ക് പറയാം, അതിലേക്ക് ഞാൻ വരാം. കേരളത്തിന്റെ സാമൂഹിക അധിഷ്ഠിത സാന്ത്വന പരിചരണം ഹിമാചൽ പ്രദേശ് പോലും മാതൃകയാക്കിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് ഈ പറയുന്നത് പോലെ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ എന്തോ ഔദാര്യമല്ല, ഇതൊരു അവകാശമാണ് എന്നാണ് ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം സാധാരണഗതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്, ഈ അവകാശങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കിട്ടിയിരുന്നോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ അവകാശങ്ങളിൽ പലതും ആ സമയത്ത് കിട്ടിയിരുന്നില്ല. ഇത് അവകാശമാണെങ്കിലും ഈ അവകാശങ്ങൾ എത്തിക്കാൻ ഒരു സിസ്റ്റം ഇവിടെ വേണ്ടേ? ആ സിസ്റ്റത്തിലൂടെയാണല്ലോ ഇത് സാധ്യമാകുന്നത്. അപ്പോൾ അങ്ങനെ ഡെലിവർ ചെയ്യാൻ ഒരു സംഗതിയോ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത്. VS ശിവകുമാറിൻ്റെ കാലത്താണ് സ്വാഭാവികമായും നമ്മൾ ആ ഘട്ടത്തിലേക്ക് പോവുക. എന്തിന്? ഏറ്റവും ചെറിയ കാര്യം, ലാബുകൾ പോലും, ഒരു രക്തം പരിശോധിക്കുന്ന ലാബുകൾ പോലും 250 എണ്ണം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നുപോലും സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഡയാലിസിസ് യൂണിറ്റുകൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ 12 എണ്ണമോ 15 എണ്ണമോ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 125 ഉയർത്തി ഓരോ ദിവസവും 3000-ഓളം പേർ നമ്മുടെ സംസ്ഥാനത്ത് ഡയാലിസിസ് ഒക്കെ ചെയ്യണം. അതൊക്കെ ഡയാലിസിസ്, ഒരു വൃക്ക സംബന്ധമായ അസുഖം ഉള്ള ഒരു രോഗി വളരെ വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെ അവരുടെ കുടുംബവും ഫിനാൻഷ്യലിയും അങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് നമ്മളിവിടെ സൗജന്യമായും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള APL വിഭാഗക്കാർക്കാണെങ്കിലും മറ്റ് ഉപാധികൾ വെച്ചുകൊണ്ട് അതിനെ കൃത്യമായി നിഷ്കർഷിച്ചുകൊണ്ടുള്ള ചികിത്സ ഇവിടെ ലഭ്യമാക്കി വരുന്നത്.